ഇപ്പം ഞാൻ വന്നത് ഈ ഒരു മാമ്പൂ കാണിക്കാനോ അല്ലെങ്കിൽ മാവ് പൂത്തിട്ടുണ്ടെന്ന് പറയാനോ അല്ല. സ്ഥലമാണ് അതിന് കൃഷിക്ക് താല്പര്യമുള്ള ആൾക്കാർ, കൃഷി ചെയ്യാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് എത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. എന്താണ് അതിന് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ അത് ഈ ആളുടെ ഉടമസ്ഥനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ലീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 3 വർഷമോ 5 വർഷമോ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലീസിന് താല്പര്യപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്തിനടുത്ത് ആഞ്ഞിലിത്താനം എന്നൊരു പ്രദേശമാണ്. നല്ല അവിടെ നേരത്തെ കൃഷി ചെയ്തിരുന്നായിരുന്നു ഈ ഭൂമി. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതിൻ്റെ ഓണർ ഇപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ട് ഇത് നോക്കി നടത്താൻ പറ്റത്തില്ല എന്നൊരു ഇതുകൊണ്ട് ഏകദേശം ഒരു 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ നമുക്ക് ലീസ് ചെയ്യാൻ കൃഷിക്ക് നൽകുന്നതാണ്. ഇതിൻ്റെ 4 സൈഡ് ബൗണ്ടറി ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൃഷിക്കാരൻ കൃഷിക്ക് ഏറ്റു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഇതിൻ്റെ കൊണ്ടുവന്ന വന്യമൃഗങ്ങളുടെ വലിയൊരു ആക്രമണം ഉണ്ടാകും. മെയിനായിട്ട് പന്നി ശല്യമുണ്ട്. ഇപ്പോൾ അവിടെ ആ ഒരു പന്നിയുടെ ശല്യം വരത്തില്ല, കാരണം ഇത് 4 സൈഡും ബോർഡർ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട്. പിന്നെ ജലസേചനത്തിൻ്റെ പ്രശ്നമില്ല. കുറച്ച് സൈഡിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രിപ്പൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനിയും വീണ്ടും വേണമെങ്കിൽ ചെയ്യാം. അതിനകത്ത് 2 മോട്ടറുണ്ട്. മോട്ടർ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഏതെങ്കിലും കൃഷികൾ വേണമെങ്കിലും ചെയ്യാം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് ഇത്. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതായത് ഞാൻ നമ്പർ കൊടുക്കാം. ഇപ്പം നിലവിൽ ഇതിനകത്ത് കൃഷി ഉള്ളത് തെങ്ങാണ്. അത് കുറച്ച് തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് തെങ്ങിൻ്റെ പോയതുണ്ട്. എന്നാൽ കുറച്ച് തെങ്ങ് കൂടെ അതിൽ വെക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ കൃഷികളൊന്നും ഇടയ്ക്ക് വേറെ ഒന്നുമില്ല. ഒരു 10-50 മൂട് തെങ്ങ് മാത്രമാണ് ഇതിനകത്തുള്ളത് ഈ 1.5 ഏക്കറിനകത്ത് ഇപ്പം നിലവിൽ. എല്ലാം നല്ല ക്ലീനാക്കിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്ഥലങ്ങളൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിക്കാം. കുറച്ച് അപ്പുറേ ഒക്കെ ആയിട്ടേ കാണാം. ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ നമുക്ക് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കിയെടുക്കാം.